ദിനോസറുകളെ വെറുതെ വിടില്ലെന്ന് ഉറപ്പിച്ച മട്ടാണ് ഇപ്പോൾ നമ്മുടെ ഹോളിവുഡ്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു സിനിമ റിലീസായിട്ടുണ്ട് ദിനോസറുകളെ കുറിച്ച്. ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറയുന്നതാണ്. അത് നമുക്കറിയാം, പണ്ട് നമ്മളെല്ലാവരും കണ്ണും കാതും കൂർപ്പിച്ച് പേടിച്ചിരുന്ന ഒരു സിനിമ ഉണ്ട്, ജുറാസിക് വേൾഡ് ആദ്യത്തെ. അതിന്റെ സംവിധായകനായ സ്റ്റീഫൻ സ്പിൽബർഗിന്റെ നിർമ്മാണത്തിൽ വന്ന പുതിയ സിനിമയാണ് ജുറാസിക് വേൾഡ് റീബർത്ത്. ഇതിന്റെ തിരക്കഥ ഡേവിഡ് കോപ്പാണ്. ഇതിന്റെ ഡയറക്ടർ ഗരത് എഡ്വാർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇത് ജുറാസിക് വേൾഡ് എന്ന സിനിമയിലെ ആ പരമ്പരയിലെ 4ാമത്തെയും ജുറാസിക് പാർക്ക് ആ സാഗയിലുള്ള ഒരു 7ാമത്തെയും ചിത്രമാണ്. ഇതിന്റെ നിർമ്മാണ ചെലവ് നമ്മുടെ ഒരു ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1550 കോടി രൂപയാണ് ഇതിന്റെ ഒരു നിർമ്മാണ ചെലവ് പറയുന്നത്. സ്കാർലറ്റ് ജോഹാൻസൺ, മഹർഷ്വല അലി, ജോനാഥൻ ബെയ്ലി, റൂബർട്ട് ഫ്രണ്ട് ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഇത്. അതുകൂടാതെ ഒരു 3D സിനിമയാണിത്. ഇതിലെ കഥ എന്ന് വെച്ചാൽ ഹൃദയരോഗങ്ങൾ തടയാനായിട്ട് ഒരു മരുന്ന് ഒരു കമ്പനിക്ക് വേണം. ദിനോസറുകളുടെ രക്തം തേടി പോവുകയാണ് ആ മരുന്ന് കമ്പനി, അല്ലെങ്കിൽ ആ കോർപ്പറേറ്റ് ഫാം. അപ്പോൾ അതിൽ ഒരു ഡോക്ടറുണ്ട്. അപ്പോൾ അയാൾ കുറച്ച് പേരെ കൂടെ കൂട്ടിയിട്ടുമുണ്ട്. അങ്ങനെ ദിനോസറുകൾ ഐസൊലേറ്റ് ചെയ്യുന്ന ദ്വീപുകളിലേക്ക് ഇവരെത്തുകയാണ്. അപ്പോൾ ഇവരുടെ കൂടെ മറ്റൊരു ഫാമിലിയും കൂടിയും എത്തുന്നുണ്ട്, ഒരു ചെറിയ കുട്ടിയുമായിട്ടുള്ള മറ്റൊരു ഫാമിലിയും കൂടി. അപ്പോൾ ആ സാഹസിക ദൗത്യത്തിൽ ഇവര് സർവൈവ് ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു കഥ. പക്ഷെ ഈ മരുന്ന് എടുക്കാനായിട്ട് പ്രത്യേകതയുണ്ട്. അതായത് ഈ ദിനോസറുകൾ വായു, കര, ജല ഇതിൽ 3ലുള്ള ദിനോസറുകളുടെ രക്തമാണ് എടുക്കേണ്ടത്. അപ്പോൾ രക്തം കുത്തുമ്പോൾ അതിലൊരു പാരച്യൂട്ട് പോലെയുള്ള ഒരു സാധനം വരും. അതങ്ങനെ രക്തം ഫുള്ള് ആയി കഴിയുമ്പോൾ അത് നേരെ മുകളിലേക്കാണ് പോവുക. അപ്പോൾ അതവർ പിടിച്ചിട്ട് അവരുടെ പെട്ടിയിലാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ മരുന്നെടുക്കുന്ന കഥകളെല്ലാം നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിലാകെ പ്രത്യേകത എന്ന് വെച്ചാൽ ദിനോസറുകളോട് ഭീമാകാരമായ ദിനോസറുകളാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പഴയ ദിനോസറുകളുടെ സിനിമ നമ്മൾ കണ്ടിട്ട് ആ ബേസ് വെച്ചിട്ട് ഇതിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ താല്പര്യം വേണം. നമ്മൾ ഒരു ഫ്രഷ് മൈൻഡോടെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പുതിയ സിനിമ ആയിട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു താല്പര്യം നമുക്ക് ഇതിനോട് തോന്നാനായിട്ട് സാധ്യത കുറവാണ്. അതുകൂടാതെ കുട്ടികളായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതൊക്കെ നല്ല രക്ഷ. അതായത് കടലിൽ കൂടെ ഉള്ള ചില സഞ്ചാരപാതകൾ, അപ്പോൾ അവിടെ വലിയ ഭീമാകാരമായ ഒരു മത്സ്യം, അതുകൂടാതെ കരയിലെത്തുമ്പോൾ ദിനോസറുകൾ ഒക്കെ വരുമ്പോൾ, പിന്നെ അതുകൂടാതെ 3D എഫക്റ്റും കൂടി ആകുമ്പോൾ നമ്മളെ ചുറ്റും മുമ്പിൽ. അപ്പോൾ കുട്ടികൾക്ക് പോപ്കോണൊക്കെ ഇരുന്ന് തിന്ന് ഒരു 2 മണിക്കൂർ എൻജോയ് ചെയ്യാനുള്ള ഒരു ചിത്രമാണ്. പക്ഷെ ഇതൊരു മോശം സിനിമയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കുട്ടികളായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കും നമുക്കും ചെറുതായിട്ട് ഒരു എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. മോശം സിനിമ അല്ല എന്തായാലും. അപ്പോൾ ഇതാണ് എൻ്റെ ഈ സിനിമയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം.